നമസ്കാരം. മലയാളികളുടെ പ്രിയ താരമായ കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. സുധിയുടെ ഭാര്യ രേണു സുധിയുടെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതീവ ഗുരുതരവും ദുഃഖമേറിയതുമാണ്. താൻ ക്യാൻസർ ബാധിതയാണെന്ന വെളിപ്പെടുത്തലിലൂടെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് രേണു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സുധിയുടെ കുടുംബാംഗങ്ങൾ രേണുവിനൊപ്പം നിൽക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു വിട്ടുനിൽക്കൽ ഏവരുടെയും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സുധിയുടെ മൂത്ത മകനായ കിച്ചു രേണുവിനൊപ്പം ഇല്ല എന്നതും അവർ തമ്മിലുള്ള അകൽച്ചയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു. ഇത്രയും നാൾ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന രേണുവിന് ഇങ്ങനെയൊരു സാഹചര്യം വന്നതിൽ എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. എന്നാൽ കൊല്ലം സുധിയുടെ മൂത്ത മകനെ മാത്രം രേണുവിന് അടുത്ത് കാണാനില്ല. രേണുവിന്റെ അസുഖ വിവരത്തെക്കുറിച്ച് കിച്ചു സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിട്ടുമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവർക്കും ഇടയിൽ അകൽച്ചയുണ്ടെന്നത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ മാറിയില്ലേ എന്നാണ് ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. ക്യാൻസർ ആണെന്ന വാർത്തകൾ പ്രചരിച്ചിട്ടും കിച്ചു തന്നെ വിളിച്ചില്ലെന്ന് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ രേണു സുധി പറഞ്ഞിരുന്നു. സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ രേണു കണ്ടിരുന്നത്. ഈ വിഷമഘട്ടത്തിൽ രേണുവിന് താങ്ങായി കിച്ചു ഒപ്പം ഉണ്ടാകേണ്ടതാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കിച്ചു എന്നെ വിളിച്ചിട്ടില്ല. അന്നത്തെ സംഭവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാനും വിളിച്ചിട്ടില്ല. ഋതപ്പനെ ഔട്ടിങ് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചാണ് അവസാനം വിളിച്ചത്. സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പോലും സുധിച്ചേട്ടന്റെ വീട്ടുകാരും വിളിച്ചിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത്. അമ്മ എന്നാണ് രേണുവിനെ കിച്ചു വിളിക്കുന്നത്. ജന്മം നൽകിയ അമ്മ മരിച്ച ശേഷം കിച്ചുവിന്റെ ജീവിതത്തിലേക്ക് വന്ന അമ്മയാണ് രേണു. എന്നാൽ ഇന്ന് അവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല. താൻ കുട്ടിക്കാലത്ത് രേണുവിന്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ട അവഗണനകളെ കുറിച്ച് ഈ അടുത്തിടെ കിച്ചു തുറന്ന് സംസാരിച്ചിരുന്നു. ഇതാണ് ഇരുവർക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ കാരണമായതെന്നാണ് നിഗമനം. എന്നാൽ കിച്ചുവിനെ കുറിച്ച് ഇതുവരെയും നല്ലത് മാത്രമാണ് രേണു മീഡിയകൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രേണുവിന്റെ അവസ്ഥയിൽ ഒപ്പം നിൽക്കുന്നത് മാതാപിതാക്കളും സഹോദരിയും മാത്രമാണ്. തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയാണ് രേണു സുധി ഇപ്പോൾ. തന്റെ അസുഖ വിവരത്തെക്കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം തുറന്ന് സംസാരിച്ചിരുന്നു. 15ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷേ അന്നൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒന്നും ശ്രദ്ധിക്കാതെ പ്രായമായിരുന്നു അതെന്നും രേണു വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. രോഗവിവരം സോഷ്യൽ മീഡിയയിലൂടെ പറയുവാൻ കാരണം കീമോ ചെയ്യുമ്പോൾ എന്റെ മുടി പോയേക്കും. അപ്പോൾ നിങ്ങളോട് പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമമാണെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോയല്ലേ പറ്റുകയുള്ളൂ. അസുഖ വിവരം പുറത്തായപ്പോഴും സമ്മതിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു വേണം നിങ്ങൾ അറിയാൻ എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ എന്നെ നെഗറ്റീവ് പറയുന്ന വ്ലോഗർ പറഞ്ഞല്ല എന്റെ പ്രേക്ഷകർ ഇതറിയേണ്ടത്. എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഇവർക്ക് ഞാനൊരു മാതൃകയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും രേണു പറയുന്നുണ്ട്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, അസുഖം വന്ന് തളരരുത്, മുന്നോട്ട് പോകണമെന്നും രേണു സുധി പറയുന്നുണ്ട്. ചിലർ തെറ്റായ ഇൻഫർമേഷൻസ് നൽകിയതിന്റെ പേരിൽ അസുഖബാധിതയാണെന്ന് തന്നെ കസ്റ്റംസ് എയർപോർട്ടിൽ 3 മണിക്കൂറോളം പിടിച്ചുവെച്ചുവെന്നും രേണു സുധി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരീരവും ഭാഗവും ഇഴകീറി പരിശോധന നടത്തിയെങ്കിലും തന്നിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടിയില്ലെന്നും ഒരു അഭിമുഖത്തിൽ രേണു തുറന്നു പറയുന്നുണ്ട്. നിരന്തരം രേണു വിദേശയാത്രകൾ നടത്തുന്നത് കള്ളക്കടത്തിന് വേണ്ടിയാണെന്ന തരത്തിൽ പ്രചരണങ്ങൾ നടന്നിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇപ്രാവശ്യം വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രേണുവിന് അനുഭവിക്കേണ്ടി വന്നത്. രോഗം സ്ഥിരീകരിച്ചതുകൊണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് റാസ് അൽ ഖൈമയിൽ നിന്നും ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും കസ്റ്റംസ് എന്റെ പാസ്പോർട്ടും പെട്ടികളുമെല്ലാം മേടിച്ചു വെച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്തോ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ഇതുവരെ ഞാൻ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടത്തിയിട്ടില്ല. ഒരുപാട് വിദേശയാത്രകൾ ഇതിനോടകം ഞാൻ നടത്തി കഴിഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് പോലും കള്ളത്തരത്തിലൂടെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അസുഖമാണെന്നോ ക്ഷീണിച്ച അവസ്ഥയിലാണെന്നോ കസ്റ്റംസ് അറിയില്ലല്ലോ. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ബോഡി ഫുള്ള് ചെക്ക് ചെയ്തു, ഒന്നും കിട്ടിയില്ല. ശേഷം ബാഗ് പരിശോധിച്ചു. ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അരിച്ചു പെറുക്കിയായിരുന്നു പരിശോധന. അവസാനം അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അസുഖ വിവരം ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലെന്നും രേണു പറയുന്നുണ്ട്. വെളുപ്പിനെയായിരുന്നു സംഭവം. 3 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു. ആശുപത്രിയിൽ പോകാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു. നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയില്ലെന്ന് അവർ പറഞ്ഞു. പൊയ്ക്കോളാനും അവർ പറഞ്ഞു എന്നും രേണു സുധി പറയുന്നുണ്ട്.
ക്യാൻസർ ആണെന്ന് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. അവർ എന്റെ അവസ്ഥ കണ്ട് വെള്ളമൊക്കെ തന്നു. ഞാൻ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. മറ്റൊരാളുടെ സാധനം എടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ കള്ളത്തരം ചെയ്യില്ല, ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. ഞാൻ പോയതും തിരിച്ചു വന്നതും ഇത്തവണ ഓൺലൈൻ മീഡിയകളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നെ വേട്ടയാടുന്നവരുടെ വിചാരം ഞാൻ എന്തോ കള്ളത്തരത്തിന് പോയി എന്നതാണ്. 2 ചെറിയ പ്രമോഷനുകൾക്ക് വേണ്ടിയായിരുന്നു ഇത്തവണ ബഹ്റിനിൽ ചെന്നത്. ഇത് ചെയ്ത് വൈകാതെ തന്നെ ഞാൻ തിരിച്ചു വരികയും ചെയ്തു. എല്ലാ തവണയും ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇത്തവണ ഉദ്ഘാടനത്തിന് ആയിരുന്നില്ല. അതാണ് മീഡിയകളെ ഒന്നും അറിയിക്കാതിരുന്നതെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട്. കള്ളക്കടത്ത് നടത്തുന്നുവെന്നാണ് എന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ വന്നതും പോയതും മീഡിയ അറിയിക്കാതെ ഇരുന്നത്. ഒന്നാമത് ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുകയാണ് ഞാൻ. എന്ത് അവസ്ഥ വന്നാലും കള്ളത്തരത്തിലൂടെ ഒന്നും നേടാൻ എനിക്ക് താല്പര്യമില്ലെന്നും രേണുസുതി പറയുന്നുണ്ട്. ക്യാൻസർ 3rd സ്റ്റേജിലാണ് രേണുവിൻ്റേത്. കീമോ അടക്കമുള്ളവ ചെയ്തു തുടങ്ങിയെന്നാണ് വിവരം. 15-ാം വയസ്സിൽ ശരീരത്തിൽ വന്ന ഒരു മുഴയാണ് വർഷങ്ങൾക്കിപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. രോഗം വന്ന ശേഷം അഭിനയവും പ്രമോഷനും ഉദ്ഘാടനങ്ങളും റീലുകളും എല്ലാമായി രേണു സജീവമായിരുന്നു. 6 വയസ്സുകാരനായ ഒരു മകൻ രേണുവിനുണ്ട്. തുടർ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് യൂട്യൂബിൽ ഇപ്പോൾ രേണുസുതി സജീവമായിരിക്കുന്നതെന്നും അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്.